2011 വണ്ടിയാണ് കേട്ടോ. 11 സിംഗിൾ ഓണർ വണ്ടി, പെട്രോൾ ഓപ്ഷൻ ആണ് എല്ലാം. ഓൾറെഡി വേറെ നിലവിൽ ഒരു ഫാൾട്ടും ഇല്ല. ലാസ്റ്റ് ഒരു 53 കൊടുക്കാം. 53 കൊടുക്കാം. അടുത്ത വണ്ടി ഫിഗോ. ഇത് 2010 വണ്ടിയാണ് കേട്ടോ. 10 വണ്ടി. ബീറ്റ് 2011 ബീറ്റാണ്. 2011 ബീറ്റ്. ഇത് ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. നല്ല ചെയ്യേണ്ട. അപ്പം എത്ര കൊടുക്കാം നമുക്ക്? ഫൈനൽ 45 രൂപ കൊടുക്കാം. 45 കൊടുക്കാം. 45 AC പവർസിന് എല്ലാം ഉള്ള വണ്ടിയാണ്. നിലവിൽ വേറെ അപകടങ്ങളും കാര്യങ്ങളൊന്നുമില്ല. LXI വണ്ടി. ടയർ 4 പുതിയ ടയറുണ്ട്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഇനയ കാർസിലാണ്. അപ്പോൾ ഒരുപാട് പേര് ഇനയ കാർസിൻ്റെ വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മനഃപൂർവ്വം ചെയ്യത്തല്ല. പുള്ളി അവരുടെ സ്റ്റോക്ക് മാറി വരാനായിട്ട് സ്വല്പം സമയം എടുത്തതിന് പുള്ളി എന്തോ തിരക്കൊക്കെ ആയിരുന്ന കാരണമാണ് വീഡിയോ പെൻഡിങ് വന്നത്. അപ്പോൾ എൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് വേങ്കവളയിലാണ്. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നേരെ വീഡിയോ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി റാസിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഒരുപാട് പേര് ചോദിച്ചു എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നതാണ് പലരും ചോദിച്ചത്. അത് കാര്യം എന്താണ്? സ്കൂളിൽ നിന്ന് കുറച്ച് ബസ് പൊളിക്കാൻ വേണ്ടി കിട്ടി. അപ്പോൾ അതിൻ്റെ ബാക്ക് ആയിരുന്നു, അതിൻ്റെ പരിപാടിയായിരുന്നു. അതുകൊണ്ട് കൊടുക്കാനുള്ള കാര്യങ്ങളായിരുന്നു. ഓക്കെ. ഇപ്പോൾ വണ്ടി ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വണ്ടി മാരുതി എണ്ണൂറ് അങ്ങനെ ഡീറ്റെയിൽസ് തരുന്നത്? ഇത് 93 മോഡലാണ്. 93 വണ്ടി. ഓ 93 വണ്ടി ആകുമ്പോഴത്തേക്ക് ടെസ്റ്റ് ഇത്ര 26 രൂപ? 26 അല്ല, ഇനി 3-4 മാസത്തേക്കുള്ള പേപ്പറേ ഉള്ളൂ. ഓക്കെ. വണ്ടി എങ്ങനെയുണ്ട്? എഞ്ചിൻ കണ്ടീഷൻ കൊള്ളാമോ? വണ്ടി ഹൈ ക്വാളിറ്റി ആണെന്നാണ് പറയാം. കണ്ടോ ഡോർ കിടങ്ങാണ്, പക്കാ ക്വാളിറ്റി. ഡോറുടെ വേറെ സീറ്റ് എല്ലാം ആ ഒരു ഒറിജിനൽ ക്വാളിറ്റി അന്ന് ഇറങ്ങി ആ ഒരു ക്വാളിറ്റി നിലനിൽപ്പുണ്ട്. ഇല്ല, AC അല്ല. ടയറൊക്കെ പുതിയ കിടപ്പുണ്ട്. പഴയ ആ വിൻറ്റേജ് ഗ്രില്ല് വന്നിട്ടുണ്ട്. കണ്ടോ ബോണറ്റ്, ഇവിടുത്തെ പ്രസ്സിങ് പ്രസ് ചെയ്താണ്ട അബ്രോൺ ഒന്നും വർക്ക് ചെയ്യില്ല. കണ്ടോ എന്ത് വൃത്തി നോക്കിയാണ്. ഈ ബാറ്ററി ടയർ ആ ഒരൊറ്റ ഇതേ വിഷയമുള്ളൂ. അത് മാത്രം തോന്നി. ഇത്രയും വർഷമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എഞ്ചിൻ ഓക്കെ ആണല്ലോ? എല്ലാം പക്ക. വേറെ കുഴപ്പമില്ല. വണ്ടിയെല്ലാം നമ്മുടെ പ്ലാറ്റ്ഫോം കാണിച്ചു തുടങ്ങി. വരും പ്ലാറ്റ്ഫോമിൽ നിന്ന് ഈ ക്വാളിറ്റിയിൽ നിന്ന് 800 പ്ലാറ്റ്ഫോം കിട്ടാൻ പാടാണ്. അത് ഇത്രയും പഴക്കമുള്ള വണ്ടി. ഇതുണ്ടോ പ്ലാറ്റ്ഫോം? കണ്ടോ പ്ലാറ്റ്ഫോം എല്ലാം ഇല്ല. ഇത് പാച്ചേ വന്നിട്ടില്ല. ഇത്ര ക്വാളിറ്റിയുള്ള വണ്ടി. പഴയ ആ വിൻറ്റേജ് ഗ്രില്ല് അതെല്ലാം ഉണ്ട്. ഗ്രില്ല് ഞാൻ പൊളിക്ക് അതിൻ്റെക്കാണ് കൊടുക്കണം. ഓക്കെ. എങ്ങനെ പ്രൈസ് വരുന്നത്? അപ്പോൾ ഈ വണ്ടി റേറ്റ് വന്നിട്ട് 19 രൂപ. 19 രൂപ കൊടുക്കാം. അത് പേരുമാറെല്ലാം അഡീഷണൽ ചിലവാണ് എല്ലാം. ഇത് റേറ്റ് മാത്രമാണ്. ബാക്കി അഡീഷണൽ എന്ത് വന്നാലും അവർ വായിക്കണം. ഇപ്പോൾ ഇൻഷുറൻസ് ഇല്ല, ഇൻഷുറൻസ് എടുക്കേണ്ടി വരും. ഇൻഷുറൻസ് ഉണ്ടെന്നാണ് തോന്നണം. ഇല്ലെങ്കിൽ വില മാത്രം 19 വില മാത്രം. ഓക്കെ. പേരുമാറൽ അഡീഷണൽ എല്ലാം അവർ വായിക്കണം. അടുത്ത വണ്ടി സെന്ന് 2001 വണ്ടിയാണ്. 27 വരെ പേപ്പറുണ്ട്. ഒന്ന് വണ്ടി 27 പേപ്പറുണ്ട്. ഓക്കെ. ഈ കാണുന്ന ക്വാളിറ്റിയാണ്. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. അപ്പോൾ അതിന് എഞ്ചിൻ കണ്ടീഷൻ കൊള്ളാമോ? ഇന്ത്യയിൽ കാണുന്ന ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിൻ കണ്ടീഷൻ ഓക്കെ, കുഴപ്പമില്ല. ഇതിൻ്റെ AC ഒക്കെ വർക്ക് ചെയ്യാനാണോ? നിലവിലെല്ലാം വർക്ക് ചെയ്യും. AC വർക്ക് ചെയ്യില്ല. AC വർക്ക് ചെയ്യില്ല. ഈ ക്വാളിറ്റിയേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയെടുക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് വില വരുന്നത്? 28,000. അപ്പോൾ അടുത്ത വണ്ടി വാഗണാർ. ഇത് VX ആണ്. 2002 വണ്ടി. 27 വരെ പേപ്പറുണ്ട്. ഇത് ടയർ 4 പുതിയതുണ്ട്. AC പവർ സ്റ്റിയറിംഗ് എല്ലാം ഉള്ള വണ്ടി. ഓക്കെ. നിലവിൽ വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും. AC വർക്ക് ചെയ്യുന്നുണ്ടോ? കാണും. AC വർക്ക് ചെയ്യുന്നത്? വർക്ക് ചെയ്യാം. AC പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്ക് ചെയ്യാം. ഓക്കെ. ഇതിൽ പ്രശ്നങ്ങൾ അടിപിടി കാണും കേട്ടോ, കൊണ്ട് ചെയ്തെടുക്കണം. ഓക്കെ. അപ്പോൾ വിലയ്ക്ക് ഒരാളെ കൊണ്ട് കാണിച്ച് നോക്കിയെടുക്കണം. അടിപിടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം പറയുന്നുണ്ട്. അപ്പോൾ വണ്ടി നോക്കിയെടുക്കുക. ഇപ്പം ഇന്ത്യൻ കണ്ടീഷൻ ഈ കാണുന്ന ക്വാളിറ്റി ഉണ്ട്. സീറ്റ് വർക്ക് ഉണ്ട്. ഓക്കെ ബ്രോ. അപ്പം വാഗണാർ പിന്നെ എന്താ പറയുക, ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ? ചെറിയ അടിപിടി കാണും, ചെയ്തെടുക്കണം. അപ്പം നോക്കിയെടുക്കുക, അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അപ്പം എത്ര കൊടുക്കാം നമുക്ക്? ഫൈനൽ 45 രൂപ കൊടുക്കാം. 45 രൂപ കൊടുക്കാം. 45 AC പവർസിന് എല്ലാം ഉള്ള വണ്ടിയാണ്. അപ്പോൾ ചെറിയ പരിപാടിയൊക്കെ ചെയ്തെടുക്കണം. ആ രീതിക്ക് കൊടുത്താൽ അവർക്ക് ഇങ്ങനെ ചെയ്തെടുത്താലും ഞാൻ പണിയുള്ളതുകൊണ്ടാണ് വില കുറച്ച് കൊടുക്കുന്നത്, അല്ലാതെ കണ്ടീഷൻ ആയിരുന്നല്ലോ. ഓക്കെ, ശരി. അടുത്ത വേണ്ടി വാഗണാർ. ഇത് 2003 വണ്ടി. പുതിയ ടാക്സ് എടുത്തിട്ടുണ്ട്. 29 രൂപ ടാക്സ് ഉണ്ട്. ഇൻഷുറൻസും പുതിയതുണ്ട്. റീടെസ്റ്റ് 4-5 മാസങ്ങൾ ടെസ്റ്റിന് ഫീസ് ടെസ്റ്റ് ചെയ്താൽ മതി. 4 പുതിയ ടയർ അടപ്പുണ്ട്. അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ഒന്നുമില്ല, അടിയും പിടിയൊന്നുമില്ല. ഈ സൈഡിലത്തെ ഒരവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഉരച്ചിലേ ഉള്ളൂ. ബാക്കിയെല്ലാം കംപ്ലൈൻ്റ് ഒന്നുമില്ല. കാര്യം ഞാനാണ് കൊണ്ടുവന്നത്. വണ്ടി ഓട്ടിക്കാൻ നന്നായിരിക്കണം. എഞ്ചിൻ ഭാഗം പ്രശ്നം ഇല്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള നിലവിൽ എവിടെ വേണോ ഓടിപ്പോവും. കാരണം ഞാൻ ഇതിൽ കുറച്ച് സ്ഥലമൊക്കെ ഓട എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ കണ്ടീഷൻ ഇല്ല, AC എല്ലാം വർക്ക് ചെയ്യണം. എല്ലാം ഓൾറെഡി വേറെ നിലവിൽ ഒരു ഫാൾട്ടും ഇല്ല. ലാസ്റ്റ് ഒരു 53 രൂപ കൊടുക്കാം. 53 രൂപ കൊടുക്കാം. ഫൈനൽ റേറ്റ് ആണ്. പേരുമാറ എക്സ്ട്രാ പേയ്മെൻറ്റ്. അടുത്ത വണ്ടി കോളിസ്. 2001 വണ്ടിയാണ്. 2001 വണ്ടി. ഓ AC പവർ സ്റ്റിയറിംഗ്. AC പവർ സ്റ്റിയറിംഗ് ഉള്ളതാണ്. AC പവർ സ്റ്റിയറിംഗ് ഉള്ളതാണ്. നല്ല പുതിയ ടയർ കിടപ്പുണ്ട്. ടയർ കണ്ടീഷൻ എല്ലാം കൊള്ളല്ലേ? ടയർ കണ്ടീഷൻ എല്ലാം ചെറിയ ടൈലിൽ പൊട്ടൽ, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ. ചെറിയ ഫൈബർ പീസ് അങ്ങനെയുള്ള ചെറിയ നമ്മളൊന്നും കഴിവോലും ചെയ്തിട്ടില്ല നേരത്തെ അതേപോലെ. ഇപ്പോൾ 10 സീറ്റാണ്. 10 സീറ്റ് വണ്ടിയാണല്ലേ? ഓക്കെ ബ്രോ. എഞ്ചിൻ സൈഡ് എങ്ങനെയുണ്ട്?
എഞ്ചിൻ സൈഡ് എങ്ങനെയുണ്ട്? എഞ്ചിൻ സൈഡ് എങ്ങനെയുണ്ട്? ഇതിലൊന്നും വേറെ ഒന്നും വരില്ല. ഓക്കെ. അപ്പോൾ ടയോട്ട കോളിസ് 2001 വണ്ടി, പവർ സ്റ്റിയറിംഗ് AC വരെ, ടയർ 4 പുതിയ ടയർ ഉണ്ടല്ലേ? ടയർ 4 പുതിയ AC വർക്കിംഗ് ആണ്, പവർ സ്റ്റിയറിംഗ് വർക്കിംഗ് ആണ്. ഫൈനലി ഈ കണ്ടീഷനിൽ 1.5 ലാസ്റ്റ് കൈ കിട്ടണം. 1,05,000 രൂപ. 1,05,000 കിട്ടണം. കോളിസ് 1.5 കൊടുക്കാം. അടുത്ത കോളിസ് ആണ്. അടുത്ത വണ്ടിയും കോളിസിനാണ്. കോളിസ് 2005 വണ്ടിയാണ് കേട്ടോ. GST എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. 2005 വണ്ടി. 2005 GST എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇത് ടയർ ഫ്രണ്ട് 2 പുതിയ ടയർ ഇട്ടിട്ടുണ്ട്. ഇത് മറ്റേ AC പറഞ്ഞ മോഡലാണോ? സെൻട്രൽ AC എല്ലാം വരുന്ന ടൈപ്പ്. AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ AC. ഇതിന് ടൈൽ ലംബ് പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല. ഇത് എൻ്റെ വണ്ടിയാണ് കേട്ടോ, ഞാൻ ഉപയോഗിച്ചിരുന്നത്. തന്നെ? ഓഹോ, ഒരു സമയം എനിക്ക് അരി കാണിച്ചിരുന്ന വണ്ടിയാണ്. വണ്ടി ഈ കാണുന്ന ക്വാളിറ്റി ഉണ്ട്. ഓക്കെ. അപ്പോൾ കോളിസ് 2005 മോഡൽ. ഇതിന് ഇഞ്ചിൻ സൈഡ് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇതെല്ലാം വർക്കിംഗ്. AC പവർ സ്റ്റിയറിംഗ് എല്ലാം ഉണ്ട് വണ്ടി. ഈ കാണുന്ന കണ്ടീഷൻ വണ്ടി എല്ലാം വർക്കിംഗാണ്. ഓക്കെ. എത്രയ്ക്ക് കൊടുക്കാം? 1.35 കൊടുക്കാം. 1.35. പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ഓക്കെ. ബാക്കി പേരുമാറുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ തരണം. അത് ചെയ്യേണ്ടി വരും. ശരി. അപ്പോൾ അടുത്ത വണ്ടി ബീറ്റ്. ഹൈ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റൂല, ക്വാളിറ്റി ഉണ്ട്. പെട്രോൾ വണ്ടിയാണ് കേട്ടോ. 2010 മാസമായിട്ട് വേണം. 2010 മാസം വണ്ടി. ഈ കാണുന്ന ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ബോഡി LS ആണേ. LS ആണല്ലേ? ഓക്കെ. ഈ കാണുന്ന ക്വാളിറ്റിയാണ്. ഓക്കെ. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയാണ് ബ്രോ? കണ്ടീഷൻ മെക്കാനിക്കലി AC എല്ലാം പക്ക വർക്കിംഗ് ആണ്. വേറെ അടിപിടിയൊന്നും. ബോഡിയിൽ ചെറിയ വരവും വരവൊക്കെ ഉണ്ട്. പാച്ച് വർക്കൊക്കെ ഉണ്ടല്ലേ? പാച്ച് വർക്ക് അല്ല, വരയും അങ്ങനത്തെ കാര്യങ്ങളുള്ളൂ. ചെറിയ പെയിന്റും ടച്ചും പോളിഷും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാനൊന്നും ചെയ്യാനില്ല. ഓക്കെ. അപ്പം മെക്കാനിക്കിനെ കൊണ്ടുവന്നെല്ലാം ചെക്ക് ചെയ്ത് എടുത്തോണ്ട് പോയി. മെക്കാനിക് കൊണ്ട് നോക്കിയെടുക്കാം. ഓക്കെ. ഞാൻ എല്ലാം ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞൊന്നും വണ്ടി കൊടുക്കണില്ല. അപ്പം വന്നിട്ട് എന്നെ പരാതി പറയാൻ നിൽക്കണ്ട. നമ്മളും വണ്ടി കാണുന്ന ക്വാളിറ്റിയാണ്. ഇത് നമുക്കൊരു ഈ കണ്ടീഷൻ ലാസ്റ്റ് ഇൻഷുറൻസ് ഒക്കെ പുതിയതുണ്ട്. 58,000 രൂപ കൊടുക്കാം. പ്ലസ് പേര് മാറുന്ന ചാർജിന്റെ അഡീഷണൽ വരും. അഡീഷണൽ ചാർജിന്റെ ഇത് വണ്ടിയുടെ ലാസ്റ്റ് വരെയാണ് 58,000 ഫൈനൽ വില. 58 കൊടുക്കാം. അടുത്ത വണ്ടി സെന്നസ്റ്റിലോ? 2010 സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ. 72,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. കെ സീരീസിൽ പറഞ്ഞ ഓപ്ഷൻ കാര്യങ്ങളൊന്നുമില്ല. LXI വണ്ടി. ടയർ 4 പുതിയ ടയറുണ്ട്. ഓക്കെ. എഞ്ചിൻ കണ്ടീഷനൊക്കെ പക്കയാണോ ബ്രോ? നിലവിൽ വേറെ പ്രശ്നമൊന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ് 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒറ്റ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. ഇത് വണ്ടി കൊള്ളാം, നല്ല വണ്ടിയാണല്ലേ? ഇന്റീരിയർ ഈ കാണുന്ന ക്വാളിറ്റി എല്ലാം ഉണ്ട്. എല്ലാം വർക്കിംഗ് ആണ്. AC എല്ലാം വർക്കിംഗ് ആണല്ലോ? കൂടുതൽ പവർ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടിയാണ്. ടയർ പുതിയ 4 ഉണ്ട്. 4 പുതിയ ടയറുണ്ട്. ഇത് നിലവിൽ വേറെ ഒരു പ്രശ്നം ഇതിലില്ല എന്ന് പറയാൻ പറ്റില്ല. കാണും ചിലപ്പോൾ. ഓക്കെ. പുറത്ത് കാണുന്ന കുഴപ്പങ്ങളൊന്നുമില്ല. എഞ്ചിൻ ഭാഗത്തുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 1.10. അടുത്ത വണ്ടി ഓൾട്ടോ. ഇത് 2009 വണ്ടിയാണ് കേട്ടോ. 2029 വരെ പേപ്പറുണ്ട്. 4 പുതിയ ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. രണ്ടാമത്തെ ഓണർ. 80,000 കിലോമീറ്റർ. വണ്ടി കൊള്ളാൻ വേറെ കുഴപ്പമില്ല. 29 പേപ്പർ ഉണ്ടല്ലേ? LXI വണ്ടിയാണ്. KR02 ബ്ലാക്ക് കളർ. ടയർ 4 നല്ല കണ്ടീഷൻ ടയറുണ്ട്. ഓക്കെ. സീറ്റും കാര്യങ്ങളെല്ലാം വണ്ടി കൊള്ളാം. വേറെ നിലവിൽ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും എല്ലാം AC വർക്കിയാണ്, പവർ സ്റ്റിയറിംഗ് വർക്കിയാണ്. അടിയും പിടിയും കാര്യങ്ങളൊന്നും ഇല്ല. നിലവിൽ കണ്ടീഷനാണ്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കസ്റ്റമർ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഈ നിലവിൽ എത്ര രൂപ കൊടുക്കാം നമുക്ക് ഈ വണ്ടി? നിലവിൽ നമുക്ക് ഈ ഇതിൽ ലാസ്റ്റ് റേറ്റ് 85 രൂപ കൊടുക്കാം. 85,000 രൂപ. 10 വണ്ടി 85,000 രൂപ കൊടുക്കാം. 4 പുതിയ ടയർ കാര്യങ്ങളെല്ലാം. ഓക്കെ. അടുത്ത വണ്ടി സണ്ണി. ഇത് 2011 വണ്ടിയാണ് കേട്ടോ. 11 സിംഗിൾ ഓണർ വണ്ടി. പെട്രോൾ ഓപ്ഷനാണ്. പെട്രോൾ. ഓക്കെ. ചെറിയ ഉറച്ചിലുണ്ടല്ലേ? ചെറിയ ഉറച്ചിലുണ്ട്. ഫ്രണ്ട് ഗ്ലാസ്സിലൊരു ക്രാക്ക് വേണ്ടിയിട്ടുണ്ട്. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ് എല്ലാം ഉള്ള വണ്ടി. ബോഡി ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട്. ഒന്ന് പോളിഷ് ചെയ്ത് വൃത്തിയാക്കി എടുക്കാണ്ട്. ഇന്ത്യയിൽ കണ്ടീഷൻ ഉണ്ട്. ടച്ച് സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വർക്ക് ചെയ്യുമോ ബ്രോ? അതെല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ. വണ്ടി 11 വണ്ടി. ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ചെയ്ത്? ബോഡിയിൽ ചെറിയ സ്ക്രാച്ചിങ് വേണം ചെയ്ത് കൊടുക്കാം. നമ്മൾ പിന്നെ എത്ര കൊടുക്കും ഈ കണ്ടീഷനിൽ? നിലവിൽ ഈ കണ്ടീഷനിൽ ഇതിൽ 2 കംപ്ലൈൻറ്റ് ഉണ്ട്. ഒന്ന് പവർ സ്റ്റിയറിംഗിൻ്റെ മോട്ടർ കംപ്ലൈൻ്റ് ആണ്. പിന്നെ ഫ്രണ്ട് ഗ്ലാസ്സിൽ ഈ ഒരു ഗ്ലാസ് പൊട്ടലുണ്ടല്ലേ? എല്ലാം കൂടെ ഒരു 15 രൂപ വർക്ക് വരും. തന്നാൽ ചെയ്ത് കൊടുക്കുമെന്ന് വെച്ചാൽ സമയമല്ല ചെയ്യാം. ഇല്ലെങ്കിൽ ചെയ്ത് കൊടുത്ത് നമ്മൾ വലിയ വില ചോദിച്ചാൽ. ഇതിപ്പോൾ ഈ നിലവിൽ കാണുന്ന കണ്ടീഷനിൽ നമുക്ക് ഇതെല്ലാം ഒഴിവാക്കിയിട്ടാണെങ്കിൽ ഒരു 1.35 കൊടുക്കാം. 1.35 നമ്മളെ കൈ കിട്ടണം. പേര് മാറാൻ അഡീഷണൽ പൈസ തരണം. ഇൻഷുറൻസ് ഇല്ല, ഇൻഷുറൻസ് എടുക്കണം. ഓക്കെ. 1.35 ലാസ്റ്റ് തരണം. അപ്പോൾ വണ്ടി വില മാത്രമാണ്, ബാക്കിയെല്ലാം ചെയ്തെടുക്കും. വേണ്ടി എൻജോയ്. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? 2013 വണ്ടിയാണ്. ഹൈ ക്വാളിറ്റി ഒന്നും ഇല്ല. വണ്ടി കൊള്ളാം. AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ AC എല്ലാം പറഞ്ഞ വണ്ടി. ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ. ഓക്കെ. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിനെല്ലാം കൊള്ളാം. നിലവിൽ വേറെ അപാധം കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ടയർ കണ്ടീഷനൊക്കെ ആവറേജ് ആണ്. ഈ കാണുന്ന പ്രശ്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ വൃത്തിയൊക്കെ ആക്കുന്നുണ്ട്. ഓക്കെ. ചെറിയ ഈ പാച്ച് വർക്ക് കാര്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ സൈഡിലൊക്കെ? സൈഡിലൊക്കെ ചെറിയ രീതിയിലുള്ളതിലുണ്ട്. അത് തന്നെ. ഈ പവറിൻ്റെ സ്വിച്ച് മാറണം. ഈ കാണുന്ന ക്വാളിറ്റി അകത്തുണ്ട്. ഇത് AC ഒക്കെ വർക്ക് ചെയ്യുമോ? AC സെൻട്രൽ AC എല്ലാം വർക്കിംഗ് ആണ്. ഈ പവറിൻ്റെ ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ചെയ്യാൻ.
ഓക്കെ. അല്ലല്ലോ ഇതൊക്കെ ചെയ്തെടുക്കണം, നമുക്ക് ചെയ്യാൻ സമയമില്ല. ഈ കാണുന്ന കണ്ടീഷൻ കണ്ടീഷനാണ് ഈ പറയണത്. ഈ കാണുന്ന കണ്ടീഷനെ കൊടുക്കും. ഇതൊക്കെ ചെയ്യാൻ നിന്ന് എനിക്ക് 3-4 വർഷം പോടാൻ വേണ്ടി. അപ്പോൾ ഇതെങ്ങനെയാണ് വില വരുന്നത് ഇതിൻ്റെ? ഇപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഫൈനലിൽ നമുക്കൊരു ഇൻഷുറൻസ് നില ഉണ്ടായില്ലേന്ന് പറഞ്ഞോടാ 90 രൂപ കൊടുക്കാം ലാസ്റ്റ്. 2013 വണ്ടിയാണ്. എങ്ങനെ കൂടിപ്പോയാലും ഒരു 10 രൂപ പണി ഇതിൽ വരൂല. പവർ വിൻഡ് ഒരു കേസ് മാത്രമേ ഉള്ളൂ. മെക്കാനിക്കൽ എല്ലാം ഓക്കെയാണ്. അപ്പം എത്ര നമ്മൾ 90 രൂപ ലാസ്റ്റ് ഇടണം. അതിൽ ഇൻഷുറൻസ് എടുക്കണം. കാര്യം മാറുള്ള എല്ലാം എക്സ്ട്രാ. ഇതെല്ലാം ലാസ്റ്റ് വിലയാണ്. വണ്ടി വില മാത്രം 90 രൂപ. ഓക്കെ. അടുത്ത വണ്ടി ഫിഗോ. ഇത് 2010 വണ്ടിയാണ് കേട്ടോ. 10 വണ്ടി. ടയറൊക്കെ ആവറേജേ ഉള്ളൂ. ടയറൊക്കെ അവിടെ ഉള്ളതേ ഉള്ളൂ. ഡീസലാണ്. ഫ്രണ്ട് ഗ്ലാസ്സിൽ ചെറിയൊരു വര വേണ്ടിയിട്ടുണ്ട്. വേറെ നിലവിൽ വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും. ഡീസൽ വണ്ടിയാണ് അല്ലേ? ഡീസൽ വണ്ടി 28-80 കിലോമീറ്റർ ആയിട്ട് ഓടിയിട്ടുള്ളൂ. കണ്ടീഷൻ എങ്ങനെയുണ്ട്? കണ്ടീഷൻ കൊള്ളാം. വേറെ നിലവിൽ ഓയിലടി കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഏകദേശം പണി തീർത്തിട്ടുണ്ട് ഇതിൻ്റെ. ഈ കാണുന്ന ക്വാളിറ്റി ഉണ്ട്. ഒറിജിനൽ സ്റ്റീരിയോ ഒക്കെ ഇരിപ്പുണ്ട്. ഇതെല്ലാം വർക്കിംഗ് ആണോ? എല്ലാം വർക്കിംഗ് ആണ്. AC എല്ലാം വർക്കിംഗ്. AC പവർ സ്റ്റിയറിംഗ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം വർക്കിംഗ് ആണ്. ഇതിൽ നിലവിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഹൈ ക്വാളിറ്റി ഒരു വണ്ടി എൻ്റെ കിടന്ന ഒരു വണ്ടി ഞാൻ ഹൈ ക്വാളിറ്റി എന്ന് ഒരിക്കലും പറയില്ല. എന്തെങ്കിലും പ്രശ്നം വിലയ്ക്കുള്ള ക്വാളിറ്റി ഉണ്ടാവില്ല. വിലയ്ക്കുള്ള ക്വാളിറ്റി ഒന്നും പറയില്ല. അവരൊന്ന് നോക്കിയെടുക്കണം. കാര്യം കൊണ്ടൊരു പരാതിയും കേൾക്കാനൊന്നും ഞാൻ കാണൂല. അതുകൊണ്ട് നോക്കി കസ്റ്റമർ എല്ലാം വെച്ച് നോക്കി നന്നായിട്ട് ചെക്ക് ചെയ്തെടുത്താൽ വില കുറച്ച് തരും. വില രേസ് മാക്സിമം ഞാൻ കുറച്ചില്ല. എന്തെങ്കിലും എൻ്റെ അടുത്ത് കാണിച്ചിട്ട് ഇപ്പോൾ നിലവിൽ വന്ന് നോക്കിയിട്ട് ഇതിൻ്റെ പ്രശ്നം കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് പറഞ്ഞ എനിക്ക് കുറച്ച് കൊടുക്കും. പക്ഷേ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ എനിക്ക് സമയത്ത് കിട്ടാത്ത കാര്യം. അപ്പോൾ മാക്സിമം നോക്കിയെടുക്കുക. അപ്പോൾ എത്ര കൊടുക്കാം നമുക്ക് ഫിഗോ? നമുക്കൊരു ലാസ്റ്റ് ഒരു 68,000 രൂപ കൊടുക്കും. 68 രൂപ കൊടുക്കാം. അടുത്ത വണ്ടി ഓമിനി. 2007 വണ്ടി. 7 വണ്ടിയാണ്. 2027 പേപ്പറുണ്ട്. ഓക്കെ. വണ്ടി ടയർ കണ്ടീഷൻ കൊള്ളാം അല്ലേ? ഈ കാണുന്ന ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ചെറിയൊരു ടച്ച് ചെയ്യാൻ പോളിഷൊക്കെ ചെയ്യണം അല്ലേ? ഇത് ഓമിനിയൊന്നും ആരും അങ്ങനെ ചെയ്യൂല. അല്ല അതെ, കാരണം അത് ശരിയാണ്. ഓമിനി എടുത്തിട്ട് മാക്സിമം ഓടി മുതലാക്കാനേ നോക്കൂ അല്ലേ? ഇതിൻ്റെ എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട് ബ്രോ? എഞ്ചിനെല്ലാം കൊള്ളാം. വേറെ നിലവിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഈ കാണുന്ന ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഓക്കെ. ചെറിയ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ശരിയാക്കി എടുക്കേണ്ടി വരും. അതിലേക്ക് കൊടുക്കാം. 2007 ഓമിനിയാണ്. എത്ര 50,000 രൂപ കൊടുക്കാം. 50,000 രൂപ. 2007 വണ്ടി 50 രൂപ കൊടുക്കാം. 50 രൂപ കൊടുക്കാം. അപ്പം ബാക്കി അവരെന്തെങ്കിലും ചെയ്തോളണം. അതാണ് ആ വില. അവർക്ക് ലാഭത്തിന് കൊടുക്കണമല്ല, ചെയ്തെടുക്കണം. മാക്സിമം പ്രൈസ് കുറവാണ്. അപ്പം നിങ്ങൾ വന്നിട്ട് ഒരു മെക്കാനിക് കൊണ്ടുവന്ന് കാണിച്ച് നോക്കിയെടുക്കുക അല്ലേ? അടുത്ത വണ്ടി സ്പാർക്ക് 2012 ആണ് കേട്ടോ. LT ആണ്. LT. ഓക്കെ. നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. ടയർക്ക് ആവറേജേ ഉള്ളൂ. ടയർ കണ്ടീഷൻ ആവറേജേ ഉള്ളൂ. പിന്നെ ബോഡി കാഴ്ചയിൽ വലിയ കുഴപ്പം തോന്നുന്നില്ല അല്ലേ? കേട്ടില്ല. കേട്ടില്ല. ബോഡി കണ്ടീഷൻ കാഴ്ചയിൽ വലിയ കുഴപ്പം തോന്നില്ല എന്ന് പറഞ്ഞു. ബോഡി കണ്ടീഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. വേറെ ഷവർലെറ്റ് വണ്ടി സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എല്ലാം പക്ക. വേറെ നിലവിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഇൻഷുറൻസ് എടുക്കണം. 2012 സ്പാർക്ക് എത്ര കൊടുക്കാം നമുക്ക്? 50 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 50 രൂപ കൊടുക്കാം. ഓക്കെ. അടുത്ത വണ്ടി ബീറ്റ് 2011 ബീറ്റാണ്. 2011 ബീറ്റ്. ഇത് ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. ഡീസലാണോ പെട്രോളാണോ? ഡീസൽ. 4 പുതിയ ടയർ അടപ്പുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം ലോക്കാണ്. ബോഡി കണ്ടീഷൻ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നല്ലേ? 4 പുതിയ ടയർ ഉണ്ട്. വണ്ടി കൊള്ളാം. ഇത് എഞ്ചിൻ ഡീകംപ്രഷൻ ഒന്നും ഇല്ല കേട്ടോ. 17,000 എന്തോ എടുത്ത് പണിതാ. ഇന്ത്യൻ കണ്ടീഷൻ കുഴപ്പമില്ല. എങ്ങനെയാണ് വില വരുന്നത്? നമുക്കിത് ലാസ്റ്റ് ഫൈനലിൽ ഒരു 78,000 ലാസ്റ്റ് വേണം. 78,000 വേണം. ഇൻഷുറൻസ് എല്ലാം പുതിയതുണ്ട്. നിലവിൽ വേറെ പണിയൊന്നുമില്ല. ടയർ 4 പുതിയ തടപ്പുണ്ട്. AC മാത്രം നോക്കിയാൽ മതി. AC എന്താണ് വിഷയം എന്ന് പറഞ്ഞൂടാ. AC വർക്കിംഗ് ആണ്. നോക്കണം. ചെക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ. കുഴപ്പമില്ല. പക്ഷേ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടി കൊള്ളാം. നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ എഞ്ചിനൊക്കെ ഡീകംപ്രഷൻ ഓയിൽ അടിയൊന്നും ഇല്ല. അത് ഇല്ലാത്ത വണ്ടി കിട്ടാൻ പാടാണ് ബീറ്റ്. ശരി. അപ്പോൾ അടുത്തോണ്ട് നോക്കാം. ഇത് 2008 ഓമിനിയാണ് കേട്ടോ. 28 പേപ്പറുണ്ട്. MBF വണ്ടി. ഓക്കെ. വണ്ടി ഒരു മീഡിയം 4 പുതിയ ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ടയർ കണ്ടീഷൻ ഒക്കെ ഉണ്ട്. പിന്നെ ഏതാണ്ട് വൃത്തിയാക്കാനുണ്ട്. കുറേ വൃത്തിയാക്കാനുണ്ട്. കഴിവാണ്ട്. അത് മെയിനായിട്ട് വെള്ളം കണ്ടിട്ടില്ല. വണ്ടിയുടെ ഇന്ത്യയുടെ കണ്ടീഷൻ ഈ കാണുന്ന ക്വാളിറ്റി ഒക്കെ ഉള്ളൂ. തന്നെ ശരിയാക്കി വൃത്തിയാക്കി എടുക്കണം. 2008 MBF വണ്ടിയാണ്. 2008 MBF വണ്ടിയാണ്. MBF 2008 MBF. അപ്പം എത്ര കൊടുക്കാം നമുക്ക്? 28 പേപ്പർ ഉണ്ടോ? 28 പേപ്പർ ഉണ്ട്. അപ്പോൾ എത്ര കൊടുക്കാം? നമുക്ക് 50 രൂപ കൊടുക്കും. ഇന്ത്യ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ റാസിം ബ്രോ നേരത്തെ പറഞ്ഞതുപോലെ വണ്ടി നോക്കിയെടുക്കുക. അപ്പോൾ മാക്സിമം വില കുറച്ചാണ് പുള്ളി കൊടുക്കുന്നത്. ഒരു മെക്കാനിക് കൊണ്ടുവന്ന് കാണിച്ച് നിങ്ങൾ നോക്കിയെടുക്കുക. അപ്പം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.